മെയിൻറ്റെയിൻ ചെയ്യാത്ത വല്ല ഫ്ലൈറ്റുകളൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇപ്പം ഈ ചെറിയ ഫ്ലൈറ്റിന് ഈ ചെറിയ റേറ്റിങ്ങൾ ഇതാകുന്ന ഫ്ലൈറ്റിന് ഇനി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിരുന്നു. അവർക്ക് അവരെ വീട്ടുകാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പല വീട്ടുകാർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അതേപോലെയല്ല ഇവിടുത്തെ ഇത് വലിയ വലിയ കമ്പനികൾ. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരനെ ഇവിടുന്ന് ഖത്തർ എയർവേസ് എടുത്ത് പോയി. അപ്പോൾ ടിക്കറ്റ് ഫുള്ളായി എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ കുറച്ച് ആൾക്കാർക്ക് ഇതായില്ല, ഓൾറെഡി എടുത്തു വെച്ചിന്, പക്ഷെ സീറ്റ് ഫുള്ളായി എന്ന് പറഞ്ഞാണ്ട് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു. ഇവർ അവിടെ പരാതിപ്പെട്ടു. അപ്പോൾ അവർ ചെയ്തതെന്താ വെച്ചാൽ ഓൾക്ക് പിറ്റേ ദിവസത്തേക്ക് ടിക്കറ്റ് ഫ്രീ ആക്കാണ്ട് ഖത്തർ എയർവേസ് ബുക്ക് ചെയ്തു. പോരാത്തിന് ഒരു ദിവസം ഫുഡ്, റൂം, നല്ല അടിപൊളി ഹോട്ടൽ റൂമും കൊടുത്തു. ഇവലെ ടിക്കറ്റിൻ്റെ ആദ്യം ചെയ്ത ടിക്കറ്റിൻ്റെ പൈസ റീഫണ്ടും ചെയ്തു. ഇവർക്ക് ഫ്രീ ആയിട്ട് നാട്ടിൽ പോകാൻ പറ്റി. പക്ഷെ ഇതിപ്പോൾ ഈ പറഞ്ഞ ഈ അപകടം പറ്റിയ ഫ്ലൈറ്റൊക്കെ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. ഓലൊരു ലഗേജ് ട്രോളി ബാഗ് പോലെ തീരെ കെയർ ഇല്ലാത്ത രീതിയിൽ അതിന് ലഗേജ് അവിടെ നിന്ന് കയറ്റിൻ്റെ അത് മറിഞ്ഞാണ്ട് പൊട്ടി. അത് കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഓഫീസർമാരുടെ അടുത്ത് പോയിട്ട് പറയാണ് 90 ദിവസം കഴിഞ്ഞിട്ട് അത് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഫൈൻ എത്ര ഈ പൊട്ടിയ നഷ്ടപ്പെട്ട ആൾക്ക് എത്ര കിട്ടണറിയോ? വെറും 1000 റുപ്യ. ഈ 90 ദിവസം അതിൻ്റെ പിന്നാലെ പോകണമെന്നുണ്ടെങ്കിൽ 2000 റുപ്യേൻ്റെ ചിലവുണ്ട്. 1000 റുപ്യ. അപ്പം